ചൈനയുടെ വൻമതിലിനെക്കുറിച്ച് ലോകം മുഴുവൻ അറിയാം. എന്നാൽ ഇന്ത്യയിൽ രാജസ്ഥാനിലെ മലനിരകളിലൂടെ പാമ്പ് പോലെ നീണ്ടു നിൽക്കുന്ന ഒരു വൻമതിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാ ചരിത്രത്തിന്റെ മറവിൽ ഒളിഞ്ഞുപോയ ഇന്ത്യൻ വൻമതിൽ. രാജസ്ഥാനിലെ രാജ്സമന്ദ് ജില്ലയിൽ അരാവലി മലനിരകളിലൂടെ ഏകദേശം 36 കിലോമീറ്ററിലധികം നീളത്തിൽ ഈ മതിൽ പടർന്നു കിടക്കുന്നു. വീതി പല ഭാഗങ്ങളിലും 15 അടി വരെ, ഉയരം ചിലയിടങ്ങളിൽ 15-20 അടി. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ മതിലെന്ന അവിശ്വസനീയമായ പദവി ഈ മതിലിനുണ്ട്. പലർക്കും തോന്നുന്നത് ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന്. എന്നാൽ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. ക്രിവ് 1443-ൽ മേവാർ രാജവംശത്തിലെ ശക്തനായ രാജാവായ മഹാരാണ കുംഭയാണ് ഈ മതിൽ പണിതത്. അതെ, കുംഭൽഗഡ് കോട്ട പണിത അതേ രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു മഹത്തായ പ്രതിരോധ സംവിധാനം അനിവാര്യമായിരുന്നു. ഈ മതിൽ ഒരു ശില്പകലയല്ല, ഇത് ഒരു യുദ്ധായുധമായിരുന്നു. വടക്ക് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് മേവാർ രാജ്യം സംരക്ഷിക്കുക, ശത്രു സൈന്യങ്ങളുടെ മുന്നേറ്റം തടഞ്ഞു നിർത്തുക, കോട്ടകളെയും ഗ്രാമങ്ങളെയും സുരക്ഷിതമാക്കുക. മതിലിനൊപ്പം നിരവധി ചെറുകോട്ടകളും കാവൽ ഗോപുരങ്ങളും നിർമ്മിക്കപ്പെട്ടു. സിമന്റും മെഷീനുകളും ഇല്ലാത്ത കാലത്ത് ഇത്രയും നീളം കൂടിയ മതിൽ എങ്ങനെ പണിതു? പ്രാദേശിക കല്ലുകൾ, ചുണ്ണാമ്പും ചുണ്ണാമ്പുകല്ലും ചേർത്ത മിശ്രിതം, മനുഷ്യശക്തിയും അസാധാരണമായ എഞ്ചിനീയറിംഗ് അറിവും. ഈ മതിൽ അരാവലി മലനിരകളുടെ സ്വാഭാവിക വളവുകൾ പിന്തുടർന്ന് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിയോട് ലയിച്ചിരിക്കുന്നു. ചൈനയുടെ വൻമതിലിനെ പോലെ ഇത് പ്രശസ്തമായില്ല. ചരിത്ര പുസ്തകങ്ങളിൽ ഇതിന് വലിയ സ്ഥാനം ലഭിച്ചില്ല. കാരണം ഇതൊരു സാമ്രാജ്യത്തിന്റെ പ്രചാരണമായിരുന്നില്ല, പക്ഷേ ഒരു രാജ്യത്തിന്റെ നിശബ്ദമായ പ്രതിരോധ കവചം മാത്രമായിരുന്നു. ഇന്ന് ഈ മതിൽ ചരിത്ര സ്മാരകമായി നിശബ്ദമായി നിലകൊള്ളുന്നു. ചില ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട്, ചില ഭാഗങ്ങൾ കാടിനുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഇത് നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇന്ത്യയുടെ ചരിത്രം കൊട്ടാരങ്ങളുടെയും രാജാക്കന്മാരുടെയും കഥകൾ മാത്രമല്ല, സംരക്ഷണത്തിനായി, ജീവിതത്തിനായി, രാജ്യത്തിനായി പണിത മഹത്തായ ഘടനകളുടെയും നിശബ്ദ കഥകളാണ്. അവയിലൊന്ന് ഈ ഇന്ത്യൻ വൻമതിൽ.